നിങ്ങൾ എന്ത് സ്പീഡിലാ വണ്ടി ഓടിച്ചേ? വല്ലയിടത്തും പോയി ഇടിച്ചെങ്കിലോ? ഇടിച്ചെങ്കിൽ ചാവും, അല്ലാണ്ടെന്താ? ചേട്ടൻ എന്താ ഇങ്ങനെ ഇരിക്കണേ? മുഖമൊക്കെ ആകെ ഒരു കടന്നലൂത്തിയ പോലെ. ദേ, വലിക്കണമെന്നുണ്ടെങ്കിൽ പുറത്തു പോയി വലിക്കണം കേട്ടോ. എനിക്കിവിടെ കിടന്ന് ഉറങ്ങേണ്ടതാ. ഫംഗ്ഷൻ വെച്ചാൽ രാജേഷിൻ്റെ അടുത്തൊന്ന് സംസാരിച്ചാൽ ചേട്ടൻ്റെ പ്രശ്നം എന്ന് എനിക്കറിയാം. അതിനിപ്പോൾ ഞാനെന്താ ചെയ്യാ? എന്നോട് മിണ്ടണ്ടെന്ന് പറയണോ? അവിടെ ഒരുപാട് ലേഡീസ് ഉണ്ടായിരുന്നല്ലോ. ഇതിൽ ഏതെങ്കിലും ലേഡീസ് എന്നോടൊന്ന് സംസാരിച്ചാ? ഞാൻ അവരോട് പോയി സംസാരിച്ചോ? ഇല്ലല്ലോ. ഓ, റോബിനോട് ഞാൻ എത്ര തവണ പറയണ്ട എന്നെ സംശയിക്കരുതെന്ന്. ഞാൻ സംശയിക്കുന്നതിലാണോ കുറ്റം? പിന്നെ എന്റെ കണ്ണുകൊണ്ട് ഞാൻ എന്നാ കുന്തോ ഞാൻ കണ്ടത് അവിടെ? റോബിൻ എന്നാ മാങ്ങത്തൊലി കണ്ടെന്നാ പറയുന്നത്? രാജേഷിനോട് ഒന്ന് സംസാരിച്ചതോ? രാജേഷ് മാത്രമല്ലല്ലോ, വിനു, സക്കറിയ, പ്രതാപൻ, ഇവർക്കൊക്കെ നിന്നോടെന്താ എത്ര സംസാരിക്കാനുള്ളത്? ഇവരൊക്കെ എന്റെ കൂടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരല്ലേ? ഇവരൊക്കെ എന്നോടൊന്ന് സംസാരിച്ചു. ഇത് എന്താ അത്ര വലിയ പ്രശ്നം? അങ്ങനെ ഇപ്പൊ എന്റെ മുമ്പിൽ വെച്ച് വേണ്ട. നീ രാവിലെ കെട്ടിയൊരുങ്ങി പോകുന്നുണ്ടല്ലോ ഓഫീസിലേക്കാന്നും പറഞ്ഞുകൊണ്ട്. ഒരുത്തന്മാരെ കൂടെ കിടന്നും എന്നെ കൂടെ പറയിപ്പിക്കരുത്. നീ എന്താ പറഞ്ഞ? ഞാൻ അവരുടെ കൂടെ ആവശ്യം പറഞ്ഞാലുണ്ടോ നിന്നെ? ഇതിലും ഭേദം എന്നെ കൊന്നു കളയായിരുന്നില്ലടാ പട്ടി. നീ എന്നെ തല്ലിയല്ലേ? നിനക്കെന്നെ തല്ലണം അല്ലേടി? നീ എന്നെ തല്ലൂലടി. ഞാനിന്ന് വേണ്ടാന്ന് വിചാരിക്കാൻ നേരത്ത് വേഷം കെട്ടെടുക്കാനായിട്ട് നീ ഏറ്റവും നിന്നെയാലൊന്ന് കൊണ്ടോടി. നീ ആരാന്നടി നിന്റെ വിവരം? മതിയായി, എനിക്ക് മടുത്തു. എനിക്കിനി ജീവിക്കണ്ട. സോഫിയ, സോറി. എടി, എനിക്കെന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലടി. സോഫിയ, നീ പോവരുത്. നീ പോയാ പിന്നെ ഞാനില്ല. സോഫിയ, സോറി. എടി, എനിക്ക് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാ ഞാനിങ്ങനെയൊക്കെ. സോറി. ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. എനിക്കൊരു തല്ലിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഹലോ. ആ മോളെ, ആ പച്ചാ, ഞാനവനെ പിക്ക് ചെയ്യാനായിട്ട് എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കട്ടോ. അതെയോ? അവനോട് പറഞ്ഞേര് ഞാനും റോബിനും നാളെ അങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ നിന്റെ അമ്മ അറിഞ്ഞിട്ടില്ല. അവള് നല്ല ഉറക്കോ. അവനെന്തേ റോബിൻ? റോബിൻ ഉറക്കാ. ഞാൻ അവിടെ തേടി നിന്നെ വിളിക്കാം. ശരി ശരി അപ്പച്ചാ. ഓക്കെ ഓക്കെ. റോബിൻ, 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 എഴുന്നേക്ക് റോബിൻ. റോബിൻ, എനിക്ക് ദാഹിക്കുന്നു. റോബിൻ, റോബിൻ, എനിക്ക് ദാഹിക്കുന്നു. ഒന്ന് എഴുന്നേക്കൂ.
റോബിൻ ഹലോ. ആ മോളെ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം. നീ അവനും കൂടെ നാളെ അങ്ങോട്ട് വരുന്നത്? അപ്പൊ പിന്നെ വേണമെങ്കിൽ അപ്പച്ചൻ നിന്റെ വീട് വഴി വരാം. നീയും റോബിനും കൂടെ റെഡി ആയിട്ടിരുന്നു. ഞാൻ റോബിനോട് ചോദിച്ചിട്ട് പറയാം. റോബിൻ നല്ല ഉറക്കാ. റോബിൻ ഇപ്പൊ വരുമെങ്കിൽ ഞാൻ അപ്പച്ചനെ തിരിച്ചു വിളിക്കാം. ഇല്ലെങ്കിൽ നാളെ ഞങ്ങൾ അങ്ങ് എത്തിയേക്കാം അപ്പച്ച. ഓ ശരി ശരി ശരി. റോബിൻ, റോബിൻ ഒന്ന് എഴുന്നേറ്റേ. റോബിൻ, റോബിൻ തമാശ കളിക്കല്ലേ, എണീക്ക്. വിളിച്ചിരുന്നു. വെറുതെ എന്നെ പറ്റിക്കല്ലേ, എണീക്ക്. റോബിൻ, നീ എന്നെ പറ്റിച്ചത്, എണീക്ക്. റോബിൻ എണീക്ക്. തമാശ മതിയാക്ക് റോബിൻ. റോബിൻ വെറുതെ പറ്റിക്കല്ലേ, എണീക്ക്. റോബിൻ. റോബിനൊന്നും സംഭവിച്ചിട്ടില്ല. സോഫിയ എന്നൊന്നും തുറന്നു വിട്. സോഫിയ, സോഫിയ ഇവിടെ അടപ്പൊന്നും ഓർക്കും. സോഫിയ പറ്റില്ല. സോഫിയ, സോഫിയ. ഹലോ രാജേഷ്. എന്താ സോഫിയ? റോബിൻ വിളിച്ചിട്ട് എണീക്കണില്ല. എന്ത്? എനിക്ക് പേടിയാവണം. എനിക്ക് പേടിയാവണം. നീ പേടിക്കാതിരിക്കും, ഒരു പ്രശ്നമില്ല. ഞാൻ സക്കറിന്റെ കൂടി ഇപ്പൊ തന്നെ വരാം. നീ പേടിക്കാതിരിക്കും. ഒന്ന് വേഗം വരുമോ? സമയം കഴിയുന്ന ഒരു പ്രശ്നമാണ്. റോബിൻ, റോബിൻ, റോബിൻ. റോബിൻ പോയെന്നോ തോന്നണേ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനി ആ ഡോക്ടറെ വിളിച്ചു വരുത്തി കൺഫേം ചെയ്യണം. എന്റെ ശരീരാകെ തളരുന്ന പോലെ. നീ ആ വെള്ളം എത്തിയെടുത്ത് കുടിക്കും. എനിക്ക് വേണ്ട. ഡോക്ടർ എടുക്കുന്നുമില്ലല്ലോ.
റോബിൻ റോബിൻ രാജേഷാ ഈ ലോകത്ത് നിനക്കൊക്കെ എന്റെ ഭാര്യയുണ്ട്, വേറെ ആരും കിട്ടില്ലടാ. ഒരു കാര്യം പോകല്ലേ. ഞാനൊന്ന് ഉറങ്ങിപ്പോയ നേരത്തിന് നീ രാജേഷിനെ വിളിച്ചു വരുത്തും അല്ലടി. നിന്നെ ഞാനൊന്നും സ്റ്റെപ്പൊക്കെ ഒല്ലൂടി നിന്നെ ഞാനൊന്നും. റോബിൻ വണ്ടി നിർത്തിക്കേ. ക്രിസ്റ്റി, നീ എന്താ എന്നെ മനസ്സിലാക്കാത്തത്? തിയേറ്ററിലെ മനഃപൂർവ്വം തല്ലണ്ടാക്കിയാണോ? എനിക്കൊന്നും കേക്കണ്ട. നിങ്ങൾ കാരണം സിനിമ പോലെ എനിക്ക് മുഴുവൻ കാണാൻ പറ്റില്ല. നിനക്ക് സിനിമയാണോ ഇടി പുല്ലേ വലുത്? അവിടെ നടന്ന പ്രശ്നമൊന്നുമല്ല നിന്റെ. അവിടെ നടന്ന പ്രശ്നം നിങ്ങൾ ക്രിയേറ്റ് ചെയ്തതാ. ഡേ ക്രിസ്റ്റി, നീ എന്റെ വായിലിക്കണ വല്ലതും കേൾക്കരുത്. റോബിൻ വണ്ടി നിർത്ത്. റോബിൻ വണ്ടി നിർത്ത്, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ചാടും. നിനക്ക് എന്തിന്റെ ഭ്രാന്തടി? ക്രിസ്റ്റി, ഞാൻ പറഞ്ഞേക്ക്, നീ ഒന്ന് വണ്ടി കയറ്. എടി, നീ ഒന്ന് വണ്ടി കയറി. എനിക്കൊന്നും കേക്കണ്ട. ക്രിസ്റ്റി, നീ വന്ന് വണ്ടി കയറ്. ചുമ്മാ വെറുതെ റോട്ടിലൊരു സീൻ ഉണ്ടാക്കില്ല. വന്ന് വണ്ടി കയറ്. റോബിൻ പ്ലീസ്, കുറച്ചു നേരം ഒന്നിനെ വെറുതെ വിട്. എടി, തിയേറ്ററിൽ വെച്ച് അവൻ നിന്നെ തോണ്ടിയതുകൊണ്ടാണ് ഞാൻ അവൻ അവിടെ ഇട്ട് തല്ലിയത്. ആ ചെക്കൻ പറഞ്ഞല്ലോ കൈയെടുത്തപ്പോ അറിയാതെ കൊണ്ടതാണെന്ന്. എന്നിട്ട് നീ ആ ചെക്കനെ തല്ലി. തിയേറ്ററിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെട്ടുപോയത് ഞാനാ. കൈയെടുത്തപ്പോൾ അറിയാതെ കൊണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ക്രിസ്റ്റി അല്ല റോബിൻ. അതെ, റോബിനെ പോലെ ഈ ലോകത്ത് റോബിൻ മാത്രമേ ഉള്ളൂ. നീ വന്ന് വണ്ടി കയറ്. വന്ന് വണ്ടി കയറി പുല്ലേ. കുറെ നേരം ഒന്നിനോട് ഞാൻ പറഞ്ഞു, വെറുതെ പ്രാന്ത് കയറ്റരുത് നീ എന്നെ. റോബിന്റെ കൂടെ ജീവിക്കാന്ന് പറഞ്ഞ ഹൈ റിസ്കാ. വെറുതെ അല്ല സോഫിയ നിങ്ങളെ ഇട്ടേച്ച് പോയത്. നിങ്ങളുടെ ഒടുക്കത്തൊരു സംശയം. ക്രിസ്റ്റി, നീ ആവശ്യമില്ലാത്ത വർത്താനം പറയല്ലേ. നീ മിണ്ടാതിരുന്നത് നിനക്ക് നല്ലത്. നീ എന്തിനാടി കരയണത്? എടി, നിന്നോട് ചോദിച്ചു എന്തിനാ? ഞാനിനി എങ്ങനെ ആളുകളുടെ മുഖത്ത് നോക്കും? എടി, ആ പ്രശ്നം അവിടെ തീർന്നല്ലേ, പിന്നെന്താ? എവിടെ തീർന്ന്? ദാ ഫേസ്ബുക്ക് എടുത്ത് നോക്ക്. എന്തെല്ലാം കമന്റ്സ് ആണ് ആൾക്കാർ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. നിങ്ങളോട് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ തിയേറ്ററിൽ വെച്ച് പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന്. എന്തെല്ലാം വൃത്തിയിട്ട കമന്റ്സാ. എടുത്ത് വായിച്ചു നോക്ക്. ഹലോ ഹലോ, ആരാണ്? റോബിൻ ചേട്ടനല്ലേ? അതെ. ഞാൻ ആരാണെന്ന് മനസ്സിലായോ? ആരാണ് പറ. ചേട്ടൻ തിയേറ്ററിലിട്ട് തല്ലിയ ആളാ. ചേട്ടൻ എന്നെ നല്ല തല്ലിട്ടോ. ശരീരം അനക്കാൻ വയ്യ. തനിക്കിപ്പോ എന്താ വേണ്ടത്? ഞാനൊരു സോറി പറയാൻ വിളിച്ചതാ. സോറി ചേട്ടാ, തെറ്റെൻ്റെ പേരില്ല. തിയേറ്ററിനുള്ളിലായി ഇരുട്ടില് നല്ല വെളുത്തു കൊടുത്ത ചേച്ചിയെ കണ്ടപ്പോ എന്റെ കൺട്രോൾ പോയി ചേട്ടാ. അതുകൊണ്ടാ ചേട്ടാ ഞാൻ ആ ചെയറിനുള്ളിലൂടെ കൈയിട്ടൊന്ന് പിടിച്ചത്. ചേച്ചിക്ക് ഇഷ്ടമില്ലായിരുന്നെങ്കിൽ ഒന്ന് എതിർത്താൽ മതിയായിരുന്നു. എങ്കിൽ ഞാനത് ചെയ്യില്ലായിരുന്നു. പക്ഷെ ചേച്ചിയായിരുന്നു സൂഹിക്കായിരുന്നു. പെട്ടെന്ന് ചേട്ടനെ കണ്ടപ്പോ കൈയെടുത്തപ്പോ അറിയാതെ കൊണ്ടാന്ന് പറഞ്ഞതാ. ചേട്ടന്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും. സോറി ചേട്ടാ.
നല്ല വെളുത്ത് കൊടുത്ത ചേച്ചിയെ കണ്ടപ്പോൾ എൻ്റെ കൺട്രോൾ പോയി ചേട്ടാ. അതുകൊണ്ടാണ് ചേട്ടാ ഞാൻ ആ ചെയറിനുള്ളിലൂടെ കൈയിട്ടൊന്ന് പിടിച്ചത്. ചേച്ചിക്ക് ഇഷ്ടമില്ലായിരുന്നെങ്കിൽ ഒന്ന് എതിർത്താൽ മതിയായിരുന്നു. എങ്കിൽ ഞാനത് ചെയ്യില്ലായിരുന്നു. പക്ഷെ ചേച്ചിയായിരുന്നു സൂഹിക്കായിരുന്നു. ക്രിസ്റ്റേ, ക്രിസ്റ്റേ, എന്താ? നീ ഒന്നും കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട. റോബിൻ കഴിച്ചോ? നല്ല തലവേദനയുണ്ട്. റോബിൻ, നീ എന്നെ എന്തിനാ ഇങ്ങനെ? റോബിനും സോഫിയും പിരിഞ്ഞതുപോലെ ആവശ്യമില്ലാത്തതൊന്നും ഓർത്ത് നമ്മൾ തമ്മിൽ പിരിയരുത്. നീ പേടിക്കണ്ട, നിന്റെ കൂടെ ഞാൻ എന്നും ഉണ്ടാവും. വാ, ഇന്ന് നിനക്ക് ഫുഡ് ഞാൻ വിളമ്പി തരാം. വാ. റോബിൻ, ഉം. ഇന്ന് റോബിൻ എനിക്ക് വാരി തരോ? നിങ്ങൾ എന്തായി ആലോചിക്കുന്നത്? ഞാനങ്ങനെ ആർക്കും ചോറ് വിളമ്പി കൊടുത്തിട്ടില്ല. ആകെ വാരി കൊടുത്ത അമ്മയ്ക്കാ. അതമ്മ മരിക്കുന്നതിന് തൊട്ട് മുമ്പ്. വെറുതെ അതും ഇതും ആലോചിച്ച് സെൻറ്റി ആവാതെ നീ എനിക്ക് വാരി തരുന്നുണ്ടോ ഇല്ലയോ? ഞാൻ ചോറ് വാരി തന്ന നീയും മരിച്ചു പോവോ? സത്യത്തിൽ റോബിന് വട്ടുണ്ടോ? ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ. പക്ഷെ ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. റോബിന് വട്ടുണ്ട്. ഉണ്ട്, ഉണ്ടാവാം. ഉണ്ട്, ഉണ്ടാവാം. ചില സമയത്തുണ്ടല്ലോ എനിക്ക് നിങ്ങളെ കടിച്ചു കീറി കൊന്നിട്ട് വല്ല വഴിക്ക് പോകാൻ തോന്നും. സോഫിയ പോയതുപോലെ അല്ലേ? സോഫിയ പോയതുപോലെ അല്ല. സോഫിയ പോയപ്പോൾ ക്രിസ്റ്റി വന്നു. ക്രിസ്റ്റി പോയാൽ വേറൊരുത്തി വരും. നിങ്ങൾ അവളെ കെട്ടി സുഖിച്ച് ജീവിക്കും. അങ്ങനെ നിങ്ങളിപ്പോൾ സുഖിക്കണ്ട. ഞാൻ നിങ്ങളെ കൊന്നിട്ടേ പോവും. നിങ്ങളെ കൊന്നിട്ട് വേറെ നാട്ടിൽ പോയി നല്ലൊരു ചെറുക്കനെ കെട്ടി സുഖമായിട്ട് ജീവിക്കും. മതിയായി എനിക്ക്. മൂടി വെച്ചോ.
ഹലോ, ഞാനാ റോബിൻ. ഏത് റോബിൻ? നിന്നെ തിയേറ്ററിലിട്ട് തല്ലിയില്ലേ ആ റോബിൻ. ഓ, ആ ചേട്ടനാ. ഇതാദ്യം ഞാൻ ചേട്ടനെ വിളിച്ച നമ്പർ അല്ലല്ലോ. എനിക്ക് നിന്നൊന്ന് കാണാൻ പറ്റുമോ? അതിനെന്താ ചേട്ടാ, ഞാൻ ചേട്ടൻ്റെ വീട്ടിലേക്ക് വരാം. അതിന് നിനക്കെൻ്റെ വീടറിയോ? പട്ടിക്കൂടിന്റെ ഫ്രണ്ടിൽ അഴകി കിടക്കുന്ന പിങ്ക് ചുരിദാറുള്ള വീടല്ലേ? അതിപ്പോ കാറ്റത്ത് ആടുന്നുണ്ട് ചെറുതായിട്ട്.